ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡീപ്പ് ഡിജിറ്റൽ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കേരള ഓഷൻ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കേരള ഓഷൻ ബ്രോഡ്ബാൻഡ് ഓൺലൈൻ വഴി റീചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. കേരള ഓഷൻ്റെ റീചാർജ് പ്രധാനമായും 3 വിധത്തിലാണുള്ളത്. ഒന്ന്, അവരുടെ കേരള ഓഷൻ്റെ സബ്സ്ക്രൈബർ ആപ്പ് എന്നുള്ളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വഴി കേരള ഓഷൻ റീചാർജ് ചെയ്യാം. അതല്ലെങ്കിൽ കേരള ഓഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, selfcare.keralaoceanisp.com എന്നുള്ള അവരുടെ വെബ്സൈറ്റ് വഴിയും റീചാർജ് ചെയ്യാം. ഈ 2 വഴിയും ആണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾ കേരള ഓഷൻ ബ്രോഡ്ബാൻഡ് റീചാർജ് ചെയ്യുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ആമസോൺ പേ എന്നുള്ള തേർഡ് പാർട്ടി ആപ്പ് വഴിയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ വീഡിയോ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു കേരള ഓഷൻ്റെ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പ്രധാനമായും ഒരു ഉപഭോക്താവ് ശ്രദ്ധിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പറേറ്ററുടെ കോൺടാക്റ്റ് നമ്പറുമാണ്. ഈ 2 കാര്യങ്ങളും നിർബന്ധമായും ഓരോ ഉപഭോക്താവും അവരുടെ ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. യൂസർ നെയിം എന്ന് പറയുന്നത് ആ ഒരു ഉപഭോക്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ കസ്റ്റമർ കെയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററെ വിളിക്കുമ്പോൾ നിങ്ങൾ ഏത് ഉപഭോക്താവാണ് അല്ലെങ്കിൽ ഏത് കസ്റ്റമറാണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ യൂസർ നെയിം വെച്ചിട്ടാണ്. യൂസർ നെയിം സാധാരണഗതിയിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് കണക്ഷൻ എടുത്ത ആളുടെ പേരും അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 4 ഡിജിറ്റുമായിട്ടാണ് ഉണ്ടാവുക. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് നിങ്ങളുടെ അക്കൗണ്ട് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഈ ഒരു യൂസർ നെയിം അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അത് യൂസർ നെയിം വെച്ചിട്ടാണ് നമുക്ക് ഉപഭോക്താക്കളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്രകാരം ചെയ്യുമ്പോൾ പല ഉപഭോക്താക്കളും ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ വൈഫൈയുടെ പേരോ അതല്ലെങ്കിൽ ഇപ്പോൾ കണക്ഷൻ എടുത്തവരുടെ യൂസർ നെയിം ഉണ്ടാവുക രാജേഷ് 1211 ആണെങ്കിൽ കസ്റ്റമറുടെ പേര് രാജേഷ് എന്നായിരിക്കും. ആ പേര് മാത്രമായിട്ട് അവിടെ എൻ്റർ ചെയ്യും. മിക്ക ഉപഭോക്താക്കളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണിത്. അവരുടെ കസ്റ്റമറുടെ പേര് യൂസർ നെയിമിന് പകരം കസ്റ്റമറുടെ പേര് അവിടെ എൻ്റർ ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം രാജേഷ് 1215 എന്നാണെങ്കിൽ നിങ്ങൾ രാജേഷ് എന്ന് മാത്രം അടിക്കുമ്പോൾ അതേ യൂസർ നെയിമിൽ വേറെ ഒരു ഉപഭോക്താവ് ഉണ്ടായിരിക്കും. കേരള ഓഷനിൽ തന്നെ ചിലപ്പോഴൊക്കെ ഈ രാജേഷ് എന്ന പേരിൽ മാത്രമായിട്ട് വേറെ ഏതെങ്കിലും ജില്ലയിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഉപഭോക്താവ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു യൂസർ നെയിം അടിക്കുന്നിടത്ത് നിങ്ങളുടെ യൂസർ നെയിം കറക്റ്റായിട്ട് അടിക്കാത്ത പക്ഷം, ഈ രാജേഷ് 1125 എന്നുള്ള ഈ ഒരു യൂസർ നെയിം കറക്റ്റായിട്ട് അടിക്കാത്ത പക്ഷം സംഭവിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ അക്കൗണ്ട് റീചാർജ് ആവുന്നതിന് പകരമായിട്ട് രാജേഷ് എന്ന പേരിൽ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള ആ ഉപഭോക്താവിൻ്റെ അക്കൗണ്ട് ആയിരിക്കും ആക്ടിവേഷൻ ചെയ്യപ്പെടുക. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് യാതൊരു കാരണവശാലും കേരള ഓഷൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചു നൽകാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഇത് കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോഴൊക്കെ നമുക്കിതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുണ്ട്. പല ഉപഭോക്താക്കളും ചിലപ്പോൾ നമ്മൾ അവർ ആ പേയ്മെൻറ്റ് തിരിച്ചു നൽകാനും വിസമ്മതിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ യൂസർ നെയിം കറക്റ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇത്തരം റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് നിങ്ങളുടെ ഓപ്പറേറ്ററെ വിളിച്ച് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് റീചാർജ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിതുവരെ നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററെ വിളിച്ച് നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ റീചാർജ് ചെയ്യുക. ഒരു കാരണവശാലും ഉപഭോക്താക്കൾ നിങ്ങളുടെ വൈഫൈയുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ വെച്ചിട്ടായിരിക്കരുത് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത്. ഇക്കാര്യം നിങ്ങളുടെ കേരള ഓഷൻ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ GPay അല്ലെങ്കിൽ ഫോൺ പേ വഴി റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഇത്തരം മിസ്റ്റേക്കുകൾ സംഭവിക്കാതിരിക്കാൻ ഇത് ഉപകരിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് ഇൻഫർമേഷനുമുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ബൈ സലീഷ്.